അല്ലെങ്കിൽ ബ്രൂണയിലെ സുൽത്താന് നമ്മൾ 100 രൂപ അയച്ചു കൊടുത്ത് സഹായിക്കുന്നത് പോലെയാണ്. അത് ആവശ്യമില്ല. മണ്ണ് പോഷക സമ്പന്നമാണ്. ഈ ലോകം അവസാനിക്കുന്നത് വരെ ചെടികൾക്ക് വളരാൻ ആവശ്യമുള്ള പോഷകങ്ങൾ അവിടെ ഉണ്ട്. ആ നഷ്ടപ്പെടുന്നതെല്ലാം തിരിച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാടും പ്രകൃതിക്കുണ്ട്. പക്ഷെ നമ്മൾ അതിന് തടസ്സം നിൽക്കുന്നു. അതെങ്ങനെയാന്ന് പിന്നീട് പറഞ്ഞുതരാം. മനുഷ്യൻ മാത്രം തടസ്സം നിൽക്കുന്നു. അതാണ് പ്രശ്നം. പിന്നെ ഈ മണ്ണ് പോഷക സമ്പന്നമാണ് എന്ന ബോധ്യമാകാൻ ഈ പാലായിലും കൊഴുവനാലും തന്നെ ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ ഈ നാട്ടിൽ ധാരാളമായിട്ട് കാണുന്ന വൃക്ഷങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആഞ്ഞിലി പ്ലാവ്, ആഞ്ഞിലി, സാദാ പ്ലാവ്, നാടൻ മാവ്, വാളംപുളി, കൊടംപുളി, സപ്പോട്ട, കശുമാവ്, ഇതിനൊക്കെ ഈ പേര് തന്നെയല്ലേ പറയാ. ഇവിടെ ഈ വൃക്ഷങ്ങള് ഇന്നും നമ്മുടെ നാട്ടിൽ ഉണ്ട്. റബ്ബർ കൃഷി വ്യാപകമാണെങ്കിലും ആഞ്ഞിലി ഇടയ്ക്കൊക്കെ മുളച്ചു വരും. ഈ വൃക്ഷങ്ങളിലെ ഏകദേശം 95% നമ്മളാരും നട്ടു വളർത്തിയതല്ല. എന്റെ പറമ്പിലെ ഒരു പ്ലാവും ഞാൻ നട്ടതല്ല, ഇതൊക്കെ മുളച്ചു വന്നതാണ്. ഈ ഒരു പ്ലാവിലെ ചിലപ്പോ 30, 40, 50, 100 ചക്കപ്പഴം ഉണ്ടാവും. നിങ്ങൾ ഒരു വളവും പ്ലാവിന് ഇടുന്നവരല്ല. പ്ലാവിന് വളം ഇട്ടവരുണ്ടോ? നാടൻ മാവിനും പ്ലാവിനും പുളിക്കും വളം ഇട്ടവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നിട്ടും ഒരു പരാതിയില്ലാതെ എല്ലാ ആണ്ടിലും കായ്ക്കുന്നുണ്ട്. അതുകൂടാതെ അത് മേൽമണ്ണ് പോഷക സമ്പന്നമാകാൻ വേണ്ടിയിട്ട് ഒഴിച്ചിടുന്ന ഇലയും ചെറുകമ്പുകളും അടിച്ചു കൂട്ടി നമ്മൾ തീയിടുകയും ചെയ്യും. പറമ്പ് വൃത്തിയാകാൻ, കൊതുകില്ലാതാകാൻ. ഏറ്റവും ശുചിത്വമുള്ള പഞ്ചായത്ത് കൊഴുവനാൽ പഞ്ചായത്ത് ഞാൻ എവിടെ വായിച്ചു അന്വേഷിക്കുന്നു. എന്നിട്ട് ഇവിടെ ഉള്ളവർക്ക് ഡെങ്കിപ്പനി പിടിച്ചില്ലേ? ഡെങ്കിപ്പനി പിടിച്ചിട്ടില്ലേ കൊഴുവനാലുകാർക്ക്? അല്ലെ? അപ്പൊ ശുചിത്വം കൊണ്ട് ഡെങ്കിപ്പനി ഒഴിവാകുന്നില്ല. പിന്നെ എന്തോ 2ാം സ്ഥാനം കൂടെ ഉണ്ടെന്ന് വായിച്ചിരുന്നില്ല. കുടിലില്ലാത്ത, അല്ലെ, കുടിലുകളില്ലാത്ത പഞ്ചായത്ത്. ശുചിത്വം കൊണ്ട് ഡെങ്കിപ്പനി ഉണ്ടാവില്ല. കൊതുക് പെരുകുന്നത് എന്തുകൊണ്ടാ? അത് പിന്നീട് ഞാൻ പറഞ്ഞത്. അതിന് കാരണമുണ്ട്. അപ്പൊ അവിടെ നിൽക്കട്ടെ. ഈ പ്ലാവിന് നമ്മൾ വളമൊന്നും ഇടുന്നില്ല, മാവിന് വളം ഇടുന്നില്ല. അത് മേൽമണ്ണ് പോഷക സമ്പന്നമാവാൻ പൊഴിച്ചിടുന്ന കരിയിലാണ് പണ്ട് വളർത്ത് കൊണ്ടിട്ടിരുന്നത്, കത്തിച്ചിരുന്നത്. പാടത്തിന് വളക്കൂർ വർദ്ധിക്കാം. എന്നിട്ടും ഒരു പരാതിയില്ലാതെ പ്ലാവ് വീണ്ടും ചക്കപ്പഴം തരുന്നു, മാവ് മാമ്പഴം തരുന്നു, ആഞ്ഞിലിക്ക ആഞ്ഞിലി തരുന്നു. ഇതിന്റെ എല്ലാം വേര് ആഴത്തിലേക്ക് പോകുന്നവയാണ്. ആഴത്തിലേക്ക് വേര് പോയിട്ട് അടിമണ്ണിൽ നിന്നാണ് ഇവ പോഷകം സ്വീകരിക്കുന്നത്. മേൽമണ്ണിലെ ഒരു ചെടികളുമായിട്ടും ഒരു മത്സരവും ഈ വൃക്ഷങ്ങൾക്ക് ഇല്ല. അപ്പൊ നമുക്കൊരു ധാരണയുണ്ട്, മേൽമണ്ണാണ് പോഷക സമ്പന്നമെന്ന്, അടിമണ്ണ് ശുഷ്കമാണെന്ന്. അത് തെറ്റായ ഒരു ധാരണയാണെന്ന് ഈ വൃക്ഷങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നു. മേൽമണ്ണിൽ നിന്ന് പോഷകം സ്വീകരിക്കുന്ന ചെടികൾ അറിയാലോ. ഈ നെല്ല് 3 ഇഞ്ച് അതിന്റെ വേര് താഴെ പോകുള്ളൂ. 6 ഇഞ്ച് താഴെ വളം കിടന്നുകൊണ്ട് ഈ നെല്ലിനൊരു പ്രയോജനമില്ല. വാഴ 1 അടി 1.5 അടി പോവായിരിക്കും. പച്ചക്കറി 9 ഇഞ്ച് വരെ പോകുള്ളൂ. ഈ മേൽമണ്ണിന് വളം സ്വീകരിക്കുന്ന നെല്ലിന് എത്രയാണ് വളം ഇടും? 3 തവണ ഇടും. വാഴയ്ക്കോ 4-5 തവണയൊക്കെ ഇടും, അല്ലെ? ഏത്തവാഴയ്ക്ക് പ്രത്യേകിച്ച്. അതോടൊപ്പം ഈ പച്ചക്കറിക്ക് എത്ര തവണ വളം ഇടും? പലതവണ നമ്മൾ വളം ഇടും, അല്ലെ? പച്ചക്കറിക്ക് പലതവണ നമ്മൾ വളം ഇടും. അപ്പോ ഈ മേൽമണ്ണ് പോഷക സമ്പന്നമാണ് എങ്കിൽ എന്തിനാ വീണ്ടും കൊണ്ട് വളയിടുന്നത്? അവിടെ